നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. BA പൊളിറ്റിക്കൽ സയൻസിലെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുൻപത്തെ യൂണിറ്റില് സിസ്റ്റം അനാലിസിസിനെ കുറിച്ചാണ്, സിസ്റ്റം അപ്രോച്ചിനെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്, സിസ്റ്റം അനാലിസിസുമായിട്ട് അടുത്ത് നിൽക്കുന്ന അതിന്റെ മറ്റൊരു രീതിയിലുള്ള ഒരു പഠനമാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗബ്രിയേൽ ആൽമണ്ട് ആണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ആ പേര് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഗബ്രിയേൽ ആൽമണ്ട് ഏതാണ്? ഘടന പ്രവർത്തന വിശകലനം, സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്. അപ്പൊ ആധുനിക താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് തന്നെയാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തെ ഒറ്റപ്പെട്ട സ്ഥാപനമായിട്ടല്ല കാണുന്നത്, മറിച്ച് പല ഘടനകളും അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന പല ഘടനകളായിട്ട് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു സമീപനത്തില്, ഈ ഒരു അപ്രോച്ചില് നമുക്ക് ചില പ്രധാനപ്പെട്ട എല്ലാ സിസ്റ്റത്തിലും, ഏത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും ചില പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടെന്നും ആ ഓരോ സ്ട്രക്ചേഴ്സുമാണ് ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആശയം. അപ്പൊ ഇവിടെ ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചറിന്റെ പ്രവർത്തനം, അതാണ് അവിടുത്തെ ഫങ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ സ്ട്രക്ചറും ഫങ്ഷനും ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പൊളിറ്റിക്സിന്റെ ഘടനയാണ് അതിന്റെ ഫങ്ഷനെ നിശ്ചയിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് രാഷ്ട്രീയ സംവിധാനത്തിലെ ഔപചാരികമായിട്ടും അനൗപചാരികവുമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഔപചാരികമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ നിയമസഭയുണ്ട്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതൊക്കെയാണ് എന്ത് ഔപചാരികമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫോർമൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിയമവ്യവസ്ഥ വരുന്നുണ്ട്, ബ്യൂറോക്രസി ഒക്കെ അതിനകത്ത്. ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ ഈ അധികാര അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം, ഇതൊക്കെയാണ് എല്ലാം ഇതിനകത്ത് വരുന്ന ഔപചാരികമായിട്ട് വരുന്ന സ്ട്രക്ചറുകളാണ്. ഇനി അനൗപചാരികമായിട്ടുള്ള ഘടനകളുണ്ട്. അതിലാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ പ്രഷർ ഗ്രൂപ്പ്സ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, തൽപര ഗ്രൂപ്പുകൾ, ഇതൊക്കെ വരുന്നത് ഏതിലാണ്? ഇത് അനൗപചാരികമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചറിലാണ്. ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഗബ്രിയേൽ ആൽമണ്ടിന്റെ രാഷ്ട്രീയ നിരീക്ഷണം അനുസരിച്ചിട്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റം അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഇതിനകത്തും വരുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഈ പ്രവർത്തനങ്ങളെ ഇൻപുട്ട് പ്രവർത്തനങ്ങളെന്നും ഔട്ട്പുട്ട് പ്രവർത്തനങ്ങളും എന്നുമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇൻപുട്ടിന്റെ പ്രവർത്തനം ഔട്ട്പുട്ടിലേക്ക് ലീഡ് ചെയ്യുന്നു, അത് ഫീഡ്ബാക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിച്ചത്. എന്നാല് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഫംഗ്ഷൻസും ഔട്ട്പുട്ട് ഫംഗ്ഷൻസും ഉണ്ടെന്നാണ് ഗബ്രിയേൽ ആൽമണ്ടിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇൻപുട്ട് ഫംഗ്ഷൻസ് ആണ് സമൂഹത്തിൽ നിന്നുള്ള ആവശ്യങ്ങളും പിന്തുണകളും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം മാറ്റർ തന്നെയാണ്. അത്തരം പ്രവർത്തനങ്ങളാണ് ആ ഒരു സ്ട്രക്ചറിനെ ഫംഗ്ഷൻ ചെയ്യാൻ അനുവദിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കുക. സ്ട്രക്ചറിനെ ഫംഗ്ഷൻ ചെയ്യാൻ അനുവദിക്കുന്നത് ഇത്തരം ഇൻപുട്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം, ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജനങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന രാഷ്ട്രീയ മൂല്യങ്ങളും മനോഭാവങ്ങളും ഒക്കെ വളർത്തുന്ന ഒരു പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻസ് ഒക്കെ വരുന്നത്, നമ്മുടെ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്, ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഒക്കെ, അത് തുറന്നു പറയുന്ന പ്രക്രിയയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രതിഷേധങ്ങളാവട്ടെ, അപേക്ഷകള്, റിക്വസ്റ്റുകള്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇനി താല്പര്യങ്ങളെ അഗ്രിഗേറ്റ് ചെയ്യുന്ന, ഇൻട്രസ്റ്റിനെ ഏകീകരിക്കുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനെ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനവും ഈ ഇൻപുട്ടിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ താല്പര്യങ്ങളെയും അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെയും ഒക്കെ ഒന്ന് അഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിനെ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. ഇനി പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് മറ്റൊന്ന്. രാഷ്ട്രീയ ആശയവിനിമയം, അതായത് രാഷ്ട്രീയ വിവരങ്ങളുടെ കൈമാറ്റം നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മാധ്യമങ്ങള് ഒരു പ്രശ്നത്തെ, മാധ്യമങ്ങളാണ് അതിനെ ഏത് രീതിയിലേക്കാണ് അതിനെ സന്നിവേശിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നല്ല ഒരു റോൾ ഉള്ളത് ഈ മാധ്യമങ്ങൾക്കാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം കൊഴുപ്പിക്കുന്നതും ചില ഭാഗത്തെ വെള്ളപൂശുന്നതും ഒക്കെ തന്നെ ഇത്തരം മാധ്യമങ്ങളുടെ
പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ടാണ്. ഇനി ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സംവിധാനം എടുത്തിട്ടുള്ള തീരുമാനങ്ങളും നയങ്ങളും ഒക്കെ നടപ്പിലാക്കുന്ന ഘട്ടങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു ലോ മേക്കിംഗ്, നിയമനിർമ്മാണം എന്ന് പറയുന്നത്, നിയമങ്ങളും നയങ്ങളും ഒക്കെ രൂപപ്പെടുത്തുന്നത്, അതുപോലെ നിയമം അപ്ലൈ ചെയ്യുന്നത്, നടപ്പിലാക്കിയ അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട നിയമത്തെ നടപ്പിൽ വരുത്തുന്നത്, അതുപോലെ തന്നെ നിയമത്തെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള നിയമത്തെ ജുഡീഷ്യറിയാണ് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്, നീതി ഉറപ്പാക്കുക. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇതെല്ലാം തന്നെ ഈ ഒരു ഔട്ട്പുട്ടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ഇതിന്റെ ഘടനാ പ്രവർത്തനം, സ്ട്രക്ചറൽ ഫങ്ഷണൽ പ്രവർത്തനത്തിന്റെ ഒരു പ്രാധാന്യം, ഈ ഒരു ഇപ്രകാരം വിശകലനം ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഇത് വികസിത അവികസിത രാജ്യങ്ങളിലൊക്കെ ഈ ഒരു പഠനത്തിന് രാജ്യങ്ങളെയൊക്കെ നമുക്ക് കൃത്യമായിട്ടും സുതാര്യമായിട്ടും പഠന വിധേയമാക്കാനായിട്ട് ഈ ഒരു രീതി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ട്. ഇത് ഏകദേശം സിസ്റ്റം അനാലിസിസുമായിട്ട് വളരെയേറെ അടുത്ത് നിൽക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ചെറിയ വ്യത്യാസമാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി രാഷ്ട്രീയ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്താനായിട്ട് നമുക്ക് ഈ സിസ്റ്റം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ ഒരു രീതി ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. കാരണം ഫങ്ഷൻ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. ധർമ്മങ്ങൾ എപ്രകാരം നിറവേറ്റി അത് കംപ്ലീറ്റ് ആയി ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു രീതി ഉപയോഗപ്പെടുത്താം. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഒന്നാമത്തേത് സാമൂഹ്യ സംഘർഷങ്ങളും അല്ലെങ്കിൽ അധികാര അസമത്വങ്ങളും ഒക്കെ ഉള്ള അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. എന്നാൽ അതിനെയൊക്കെ ഇത് കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യാണ്, അതിനെയൊക്കെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു മാറ്റവും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെയും വിപ്ലവങ്ങളെയും ഒന്നും ഇത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യുന്നില്ല. ഇനി വികസിത രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ അത് പൂർണ്ണമായിട്ട് പ്രതിഫലിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് അമേരിക്ക എന്ന ഒരു വികസിത രാഷ്ട്രം, നമ്മളുടെ കോൺസെപ്റ്റില് അമേരിക്ക എന്ന് പറയുന്നത് വളരെ വികസിതമായിട്ടുള്ള, അവിടെ യാതൊരു തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും നിലനിൽക്കുന്നതായിട്ട് നമുക്കറിയില്ല, അല്ലെങ്കിൽ അവിടെയുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള ജനങ്ങളെ കുറിച്ച് നമുക്ക് ധാരണയില്ല. പക്ഷെ അത് നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ കാണുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾ മാത്രമല്ല അവിടെയുള്ളത്. അത് മാത്രമല്ല അവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ പുറത്തേക്ക് കാണിക്കപ്പെടുന്നില്ല. അപ്പൊ നമുക്ക് അമേരിക്ക എന്ന് പറയുമ്പോൾ വളരെ പ്രശ്നരഹിതമായിട്ടുള്ള, വളരെ സൗകര്യപ്രദമായ ജീവിതം നയിക്കുന്ന ആളുകള്, ജനങ്ങള്, എല്ലാ അർത്ഥത്തിലും വികസിതമായിട്ടുള്ള ഒരു രാഷ്ട്രം എന്നത് മാത്രമാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. അപ്പൊ ഇത് ഈ ഒരു രീതിയിലെ പഠനത്തിന്റെ ഒരു പ്രശ്നമാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു വിമർശനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ യൂണിറ്റ് ആണ്, സിസ്റ്റം അപ്രോച്ചുമായിട്ട് വളരെയേറെ അടുത്ത് നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. താങ്ക് യു.